ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് ഇന്ന് സമാപനം. ആന്ധ്രാപ്രദേശ് പുനഃസംഘടനാ ഭേദഗതി ബിൽ രാജ്യസഭ പരിഗണിക്കും. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള മന്ത്രിസഭാ സമിതി പ്രത്യേക യോഗം ചേർന്നു. പശ്ചിമബംഗാളിൽ രണ്ടാം ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് 7 നാൾ ബാക്കി. പ്രകടന പത്രിക പുറത്തിറക്കി മുന്നണികൾ. മനുഷ്യനെ വഹിച്ചുകൊണ്ടുള്ള നാസയുടെ ചാന്ദ്ര ദൗത്യം ആർട്ടമിസ് 2 വിച്ഛേദിച്ചു. സാഫ് അണ്ടർ 20 പുരുഷ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ഇന്ന് സമാപിക്കും. ഇരുസഭകളിലും നടപടികൾ പുരോഗമിക്കുകയാണ്. ആന്ധ്രാപ്രദേശ് പുനഃസംഘടനാ ഭേദഗതി ബിൽ 2026 രാജ്യസഭ ഇന്ന് ചർച്ചയ്ക്കെടുത്തേക്കും. ജനുവരി 28 ആരംഭിച്ച ബജറ്റ് സമ്മേളനത്തിന്റെ ഒന്നാം ഘട്ടം ഫെബ്രുവരി 13 അവസാനിച്ചിരുന്നു. കഴിഞ്ഞ മാസം 8 തുടങ്ങിയ രണ്ടാം ഘട്ടത്തിൽ ധനബിൽ 2026 പാർലമെന്റ് അംഗീകാരം നൽകിയിരുന്നു. എല്ലാ ഉപഭോക്താക്കൾക്കും പ്രീപെയ്ഡ് ഇലക്ട്രിക് സ്മാർട്ട് മീറ്ററുകൾ നിർബന്ധമല്ലെന്ന് കേന്ദ്ര വൈദ്യുതി മന്ത്രി മനോഹർ ലാൽ. എന്നാൽ പ്രീപെയ്ഡ് സ്മാർട്ട് മീറ്ററുകളിലേക്കുള്ള മാറ്റം ഉപഭോക്താക്കൾക്ക് പുറമെ സംസ്ഥാനങ്ങൾക്കും യൂട്ടിലിറ്റി കമ്പനികൾക്കും ഗുണം ചെയ്യുമെന്നും ശ്രീ മനോഹർ ലാൽ ലോക്സഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. നിരവധി സംസ്ഥാനങ്ങൾ ഇതിനകം തന്നെ സ്മാർട്ട് പ്രീപെയ്ഡ് മീറ്ററുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള മന്ത്രിസഭാ സമിതി ഇന്നലെ പ്രത്യേക യോഗം ചേർന്നു. വിവിധ മന്ത്രാലയങ്ങൾ, വകുപ്പുകൾ എന്നിവയുടെ നടപടികൾ, പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ സ്വീകരിക്കേണ്ട ഭാവി പരിപാടികൾ എന്നിവ യോഗം അവലോകനം ചെയ്തു. ഈ വിഷയത്തിൽ ചേരുന്ന രണ്ടാമത്തെ യോഗമാണിത്. സംഘർഷത്തിന്റെ ബുദ്ധിമുട്ടുകൾ രാജ്യത്തെ സാധാരണക്കാരിൽ എത്താതിരിക്കാൻ സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കണമെന്ന് പ്രധാനമന്ത്രി യോഗത്തിൽ നിർദ്ദേശം നൽകി. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പിന് 7 ദിവസം. വേനൽ ചൂടിനൊപ്പം തെരഞ്ഞെടുപ്പ് പ്രചാരണവും ചൂടേറിയിട്ടുണ്ട്. ഒരു റിപ്പോർട്ട്. ഈ മാസം 9 തിരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളത്തിൽ പ്രചാരണം ഊർജിതമായി. ദേശീയ നേതാക്കളെ അടക്കം മണ്ഡലങ്ങളിൽ എത്തിച്ച് പ്രചാരണം ആവേശകരമാക്കുകയാണ് സ്ഥാനാർത്ഥികൾ. LDF തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക CPIM മുതിർന്ന നേതാവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ ഇന്ന് കോഴിക്കോട് പുറത്തിറക്കി. UDFന്റെ പ്രകടന പത്രിക കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ മുതിർന്ന നേതാക്കൾ ചേർന്ന് പുറത്തിറക്കി. NDA പ്രകടന പത്രിക നേരത്തെ പുറത്തിറക്കിയിരുന്നു. NDA പ്രചാരണത്തിനായി പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി ശനിയാഴ്ച തിരുവനന്തപുരത്തും തിരുവല്ലയിലും എത്തും. കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി തിരുവനന്തപുരത്തും കൊല്ലത്തും UDF സ്ഥാനാർത്ഥികളുടെ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിനു പുറമെ പുതുച്ചേരിയിലും അസമിലും ഈ മാസം 9 വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ മെയ് 4 നടക്കും. ന്യൂസ് ഡെസ്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഊർജ്ജമേകി 3 മുന്നണികളും പ്രകടന പത്രിക പുറത്തിറക്കി. കേവല ദാരിദ്ര്യം ഇല്ലാതാക്കുക, പഠനം പൂർത്തിയാക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ക്യാമ്പസ് പ്ലേസ്മെന്റ് തുടങ്ങിയ പ്രഖ്യാപനങ്ങളാണ് LDF പ്രകടന പത്രികയിലുള്ളത്. സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര, കോളേജ് വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ പ്രതിമാസ ധനസഹായം തുടങ്ങിയവയാണ് UDFന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ. പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് പ്രതിമാസം 2500 രൂപ റീചാർജ് ഉള്ള ഭക്ഷ്യ ആരോഗ്യ സുരക്ഷാ കാർഡ്, എയിംസ് തുടങ്ങിയവ ഉൾപ്പെടുത്തിയ പ്രകടന പത്രിക NDAയും പുറത്തിറക്കി. കാസർഗോഡ് ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പിന് മുന്നോടിയായി വോട്ടിംഗ് യന്ത്രങ്ങളുടെ കമ്മീഷനിംഗ് നടപടികൾ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി P. ജഗന്നിവാസൻ. ആദ്യഘട്ടത്തിൽ ഉദുമ, മഞ്ചേശ്വരം തുടങ്ങിയ നിയോജക മണ്ഡലങ്ങളിലെ കമ്മീഷനിംഗ് ആണ് ആരംഭിച്ചത്. മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിലെ വിതരണ കേന്ദ്രമായ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലും ഉദുമ നിയോജക മണ്ഡലത്തിലെ വിതരണ കേന്ദ്രമായ TIHSS നായന്മാർമൂല സ്കൂളിലുമാണ് കമ്മീഷനിംഗ് നടന്നത്. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് പ്രവർത്തനങ്ങൾ നടന്നത്. യന്ത്രങ്ങളുടെ കൃത്യത പരിശോധിക്കുന്നതിനായി 5% EVMകളിൽ മോക്ക് പോൾ നടത്തുകയും ഫലം കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്തു. കമ്മീഷനിംഗ് പൂർത്തിയായ EVM, VVPAT യന്ത്രങ്ങൾ ഏപ്രിൽ 8 പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് വിതരണം ചെയ്യുന്നതിനായി മാത്രമേ സ്ട്രോങ് റൂമിൽ നിന്ന് പുറത്തെടുക്കുകയുള്ളൂ. കേന്ദ്രസേനയുടെയും കേരള സായുധ പോലീസിന്റെയും കനത്ത സുരക്ഷയിലായിരിക്കും ഏപ്രിൽ 9 മുതൽ മെയ് 4 വരെ യന്ത്രങ്ങൾ സൂക്ഷിക്കുക. പശ്ചിമ ബംഗാളിൽ രണ്ടാം ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും. ഈ മാസം 29 നടക്കുന്ന രണ്ടാം ഘട്ടത്തിൽ 142 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കും. ഈ മാസം 9 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. സൂക്ഷ്മ പരിശോധന തൊട്ടടുത്ത ദിവസം നടക്കും. ഈ മാസം 13 പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. അതേസമയം ആദ്യഘട്ട തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക മറ്റന്നാൾ വരെ സമർപ്പിക്കാം.
പശ്ചിമബംഗാളിൽ എക്സിറ്റ് പോളുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അച്ചടി ദൃശ്യമാധ്യമങ്ങൾക്കും വിലക്ക് ബാധകമായിരിക്കും. ഈ മാസം 9 രാവിലെ 7 മണി മുതൽ ആരംഭിക്കുന്ന വിലക്ക് 29 തീയതി വൈകിട്ട് 6:30 വരെ തുടരും. SIR പട്ടികയിൽ നിന്ന് പേരുകൾ ഒഴിവാക്കപ്പെട്ട വോട്ടർമാരുടെ പരാതികൾ പരിഗണിക്കുന്നതിനുള്ള നടപടികൾ അപ്പീൽ ട്രൈബ്യൂണലുകൾ ഇന്ന് ആരംഭിക്കും. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണ് നടപടി. ഓൺലൈനായും ഓഫ്ലൈനായും സമർപ്പിച്ച എല്ലാ അപേക്ഷകളും രേഖകളും തീരുമാനങ്ങൾ എടുക്കുന്നതിനായി ട്രിബ്യൂണലുകൾക്ക് ലഭ്യമാക്കും. കേസ് തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും. പശ്ചിമബംഗാളിലെ മാൽഡ ജില്ലയിൽ SIR നടപടികളിൽ ഏർപ്പെട്ടിരുന്ന 7 ജുഡീഷ്യൽ ഉദ്യോഗസ്ഥരെ സാമൂഹ്യ വിരുദ്ധർ തടഞ്ഞുവച്ചതിൽ വിമർശനവുമായി സുപ്രീംകോടതി. വിഷയം ഗൗരവകരമാണെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചു. സംഭവത്തിൽ സംസ്ഥാന ആഭ്യന്തര സെക്രട്ടറി, DGP, മറ്റുദ്യോഗസ്ഥർ എന്നിവർ മറുപടി നൽകണമെന്നും കോടതി ആവശ്യപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. നാസയുടെ ദശാബ്ദങ്ങൾ നീണ്ട കാത്തിരിപ്പിന് വിരാമമിട്ട് മനുഷ്യനെ വഹിച്ചുകൊണ്ടുള്ള ചാന്ദ്ര ദൌത്യം ആർടെമിസ് 2 ഇന്ന് വിജയകരമായി വിക്ഷേപിച്ചു. അമേരിക്കയിലെ ഫ്ലോറിഡയിലുള്ള കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് ഇന്ത്യൻ സമയം പുലർച്ചെ 3:54 സ്പേസ് ലോഞ്ച് സിസ്റ്റം റോക്കറ്റിന്റെ വിക്ഷേപണം. 50 വർഷത്തിലേറെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ചന്ദ്രനെ ലക്ഷ്യമാക്കി മനുഷ്യരുമായി ഒരു പേടകം കുതിക്കുന്നത്. എന്നാൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ദൌത്യത്തിൽ സഞ്ചാരികൾ ചന്ദ്രനിൽ ഇറങ്ങില്ല. പകരം ചന്ദ്രനെ വലം വച്ച് തിരികെ വരും. തന്ത്രപ്രധാന ലക്ഷ്യങ്ങൾ പൂർത്തിയാകുന്നത് കണക്കിലെടുത്ത് ഇറാനിലെ സൈനിക നടപടികൾ ഉടൻ തന്നെ അവസാനിപ്പിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എപ്പിക് ഫ്യൂറി എന്ന സൈനിക ദൌത്യം വിജയകരമായിരുന്നതായി ടെലിവിഷനിലൂടെ അദ്ദേഹം അറിയിച്ചു. ആണവായുധ ഭീഷണി, ഇറാന്റെ ഭീഷണി എന്നിവയിൽ നിന്നും വിമുക്തമായ ഒരു ദിനത്തിനായി എല്ലാ അമേരിക്കക്കാർക്കും പ്രതീക്ഷ വയ്ക്കാമെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. റഷ്യയുടെ ഫസ്റ്റ് ഡെപ്യൂട്ടി പ്രധാനമന്ത്രി ഡെനീസ് മാൻഡ്രോ 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. സന്ദർശന വേളയിൽ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ, കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ എന്നിവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. സാഫ് അണ്ടർ-20 പുരുഷ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ ഫൈനലിൽ. മാലയിൽ നടന്ന സെമി പോരാട്ടത്തിൽ ഭൂട്ടാനെ ഏകപക്ഷീയമായ 5 ഗോളുകൾക്കാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. നാളെ നടക്കുന്ന ഫൈനലിൽ ബംഗ്ലാദേശാണ് എതിരാളികൾ. IPL ക്രിക്കറ്റിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 കൊൽക്കത്തയിലാണ് കളി. ആദ്യ കളി പരാജയപ്പെട്ട ഇരു ടീമുകളും ഇന്നത്തെ മത്സരം ജയിച്ച് പോയിന്റ് പട്ടികയിൽ മുന്നിലെത്താനാവും ശ്രമിക്കുക. ഇന്ന് ഹനുമാൻ ജയന്തി. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഹനുമാൻ ജയന്തി ഭക്തി നിർഭരമായി ആഘോഷിക്കുന്നു. ന്യൂഡൽഹി കനോട്ട് പ്ലേസിലെ പ്രാചീന ഹനുമാൻ ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രങ്ങളിൽ ഹനുമാൻ ചാലിസ, സുന്ദരകാന്ഡം, അഖണ്ഡ രാമായണം എന്നിവയുടെ പാരായണവും നടക്കുന്നുണ്ട്. ഹനുമാൻ ജയന്തി ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ലോക്സഭാ സ്പീക്കർ ഓം ബിർല തുടങ്ങിയവർ ആശംസകൾ നേർന്നു. യേശുക്രിസ്തുവിൻ്റെ അന്ത്യ അത്താഴ സ്മരണയിൽ ഇന്ന് പെസഹ വ്യാഴം. ക്രൈസ്തവ ദേവാലയങ്ങളിൽ കാൽ കഴുകൽ ശുശ്രൂഷയും പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളും നടക്കും. കുരിശുമരണത്തിന് മുൻപ് യേശുദേവൻ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയതിൻ്റെയും അവർക്കൊപ്പം അന്ത്യ അത്താഴം കഴിച്ചതിൻ്റെയും സ്മരണയിലാണ് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ പെസഹ ആചരിക്കുന്നത്. കുരിശുമരണത്തിൻ്റെ സ്മരണയിൽ നാളെ ദുഃഖവെള്ളി ആചരിക്കും. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സ്മരണ പുതുക്കി ഞായറാഴ്ചയാണ് ഈസ്റ്റർ. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി ഉത്സവത്തോടനുബന്ധിച്ചുള്ള ആറാട്ട് ചടങ്ങുകൾ ഇന്ന് നടക്കും. ഇന്നലെയായിരുന്നു പള്ളിവേട്ട. ആറാട്ട് ഘോഷയാത്രയുടെ ഭാഗമായി തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെ റൺവേ ഇന്ന് വൈകുന്നേരം 4:45 മുതൽ രാത്രി 9 മണി വരെ അടച്ചിടും. ഈ സമയത്തുള്ള ആഭ്യന്തര രാജ്യാന്തര വിമാന സർവീസുകൾ പുനഃക്രമീകരിച്ചിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 1319 പോയിന്റ് താഴ്ന്ന് 71,815-ലും നിഫ്റ്റി 414 പോയിന്റ് കുറഞ്ഞ് 22,266-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 140 രൂപ കുറഞ്ഞ് 13,880 രൂപയും പവന് 1,120 രൂപ താഴ്ന്ന് 1,11,040 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് ഇന്ന് സമാപനം. ആന്ധ്രാപ്രദേശ് പുനഃസംഘടനാ ഭേദഗതി ബിൽ രാജ്യസഭ പരിഗണിക്കും. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള മന്ത്രിസഭാ സമിതി പ്രത്യേക യോഗം ചേർന്നു. പശ്ചിമബംഗാളിൽ 2ാം ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് 7 നാൾ ബാക്കി. പ്രകടന പത്രിക പുറത്തിറക്കി മുന്നണികൾ. മനുഷ്യനെ വഹിച്ചുകൊണ്ടുള്ള നാസയുടെ ചാന്ദ്ര ദൌത്യം ആർടെമിസ് 2 വിക്ഷേപിച്ചു. സാഫ് അണ്ടർ-20 പുരുഷ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ നിലവിൽ ചാമ്പ്യന്മാരായ ഇന്ത്യ ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.